ഈ ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി ഇന്നലെ ഉണ്ടായ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലിനായി ബൈജുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ റിമാൻഡിൽ തുടരുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനും SIT കോടതിയിൽ അപേക്ഷ നൽകും. അതേസമയം മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകും മുൻപ് പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് പരിശോധിക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ. ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിനെ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നാണ് വിജയകുമാർ നൽകിയ മൊഴി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലും സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനുള്ള നടപടികളും SIT ഉടൻ ആരംഭിക്കും. 10 ദിവസത്തിനകം പരിശോധന പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ 2 വിഷയങ്ങളുണ്ട്. ആദ്യത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള അറസ്റ്റ്, അത് ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലെ 3ാമത്തെ അറസ്റ്റാണ്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്, മാത്രമല്ല ഈ മുൻ തിരുവാഭരണ കമ്മീഷണറുടെ റോള് ഈ സ്വർണ്ണമോഷണത്തിൽ അതെങ്ങനെയാണ് എന്നുള്ളതാണ് SITയുടെ ഒരു അനുമാനം. ഗുഡ് മോർണിംഗ് ആര്യ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള 3ാമത്തെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടിയായ KS ബൈജുവിനെ ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്കൊക്കെ വിധേയനാക്കി തിരികെ ഇന്ത്യക്കലെ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇന്ന് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിനുശേഷം KS ബൈജുവിനെയും അതോടൊപ്പം നേരത്തെ അറസ്റ്റിലായി പിന്നീട് റിമാൻഡ് ചെയ്ത കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാനാകും അപേക്ഷ നൽകുക. തുടർന്ന് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതിന്റെ ഭാഗമായാണ് ഇരുവർക്കും വേണ്ടി ഒരുമിച്ച് കസ്റ്റഡി അപേക്ഷ നൽകുക എന്നതിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ SIT സ്ഥിരീകരിച്ചതാണ്. ആ ഗൂഢാലോചന രാഷ്ട്രീയമായ ഒരു പ്രേരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത തേടുന്നത്. നമുക്കറിയാം, ഈ 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു ദ്വാരപാലക ഈ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ഉണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് N വാസുവിനെ 3ാം പ്രതിയാക്കിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിനായി N വാസുവിനെ വൈകാതെ തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയേക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഈ മുരാരി ബാബുവിനെ അടക്കം വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നത്. ഒരുപക്ഷെ വാസുവിനെതിരെ കടുത്ത ഒരു നടപടി 2 ദിവസത്തിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാവില്ല. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായിട്ടും. കാരണം നേരത്തെ തന്നെ ഇവരെയെല്ലാം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. FIR-ൽ പേര് കൃത്യമായി പരാമർശിക്കുന്നവരാണ്. പക്ഷേ ഈ നടപടികളിലേക്ക് കടക്കാതിരുന്നത് ഈ പഴുതടച്ച ഒരു അന്വേഷണം, അതായത് തെളിവുകൾ പരമാവധി ശേഖരിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു വിലയിരുത്തലാണ് തെളിവ് ശേഖരണത്തിന് പ്രാഥമികമായ പരിഗണന കൊടുത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി അത്തരം നീക്കങ്ങൾ ആദ്യം തന്നെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി അവരുടെ പങ്കെടുത്ത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് PS പ്രശാന്തിന്റെ പകരക്കാരനെ CPM ഇന്ന് തീരുമാനിക്കും. നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടി നൽകേണ്ടെന്ന് ധാരണയായിട്ടുണ്ട്. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ, ആറ്റിങ്ങൽ മുൻ MP
എ സമ്പത്ത് എന്നിവരെ പരിഗണിക്കുന്നതായാണ് സൂചന. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. ബോർഡിലേക്കുള്ള CPI പ്രതിനിധിയായി തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം വിളപ്പിൽ രാധാകൃഷ്ണനെ തീരുമാനിച്ചിട്ടുണ്ട്. SIR-നെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകുന്ന ഹർജിയിൽ കക്ഷി ചേരുന്ന കാര്യവും CPM ഇന്ന് ചർച്ച ചെയ്യും.